എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് രാത്രി 7 മണിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് എന്നിവ നൽകുക. അതുപോലെ തന്നെ അവിടെ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ടാകും. വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന കുറച്ച് നമ്പേഴ്സ്, അത് വെരിഫിക്കേഷൻ കോഡിൻ്റെ ആ ഒരു ടൈപ്പ് ചെയ്യേണ്ട ബോക്സിന് താഴെയായിട്ട് ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. അതിൽ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് വിദ്യാർത്ഥികൾ ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യേണ്ട ആ ഒരു ഭാഗത്ത് നൽകുക. അപ്പോൾ അത് അവിടെ നൽകിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു തുറന്നു വരുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത്, അതുപോലെ ഏത് ഓപ്ഷനാണ് കിട്ടിയുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാൻഡേറ്ററി ഫീസ് വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ട് വരും. അത് ഓൺലൈനായിട്ടാണ് വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ട് വരിക. ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കാൻ പറയുന്നതിന് കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടച്ച ഫീസ് തിരിച്ച് ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കണോ എന്നുള്ള കാര്യം സംബന്ധിച്ചുള്ള ആ ഒരു വിശദവിവരങ്ങൾ അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ചില യൂണിവേഴ്സിറ്റികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും പോയിട്ട് അഡ്മിഷൻ നേടാൻ പറയുക. അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം തന്നെ ടെമ്പററി അഡ്മിഷൻ ആവശ്യമുള്ളവർ ടെമ്പററി അഡ്മിഷനും ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം എന്നുള്ളതും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അലോട്ട്മെൻറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.